അതെ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരമാവധി നമ്മളുടെ ദുഃഖങ്ങളൊന്നും ആരെയും അറിയിക്കരുതെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ പലരും അത് പേഴ്സണലായിട്ടും കമൻറ്റ് രൂപേണ എനിക്ക് കുറച്ച് മെസ്സേജ് വന്നു. അത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ദുഃഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നിരന്തരമായി ഒരു ആളെ സംബന്ധിച്ച് ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയിലോ അവരുടെ ജീവിതത്തിലുടനീളം പല പ്രശ്നങ്ങളുണ്ടാവും. അത് നമ്മളൊരു പെർട്ടിക്കുലർ പേഴ്സണെ ഉദ്ദേശിച്ച് നമ്മൾ നിരന്തരം അവരോട് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളുടെ ഭർത്താവിൻ്റെ വീട്ടിലൊരു പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിക്കുക. നിരന്തരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ സ്വന്തം മാതാപിതാക്കളെ അറിയിക്കുന്ന ഒരു പ്രവണത ചില പെൺകുട്ടികൾക്കുണ്ട്. ഇണങ്ങിയത് ഫുൾ എന്ത് ചെയ്യും, അതൊരു പ്രശ്നമാക്കിക്കൊണ്ട് തന്നെ അപ്പം തന്നെ അങ്ങോട്ട് വിളിച്ചു പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് പിന്നീട് അത്ര വലിയ സുഖമുള്ള കാര്യമല്ല. ഈ കേൾക്കുന്ന മാതാപിതാക്കൾക്കും അത്ര സുഖമുള്ള കാര്യമല്ല. പിന്നീട് അതിങ്ങനെ സ്മൂത്തായിട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചങ്ങനെ പറയാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില വ്യക്തികളെ മാത്രം ഉദ്ദേശിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കും. ആ ഫ്രണ്ടിനെ എനിക്കൊരു പെട്ടെന്നൊരു ദുഃഖം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിളിച്ചിങ്ങാണ്ട് അത് പറയാം. വീണ്ടും അടുത്ത ദുഃഖം വന്നു എന്ന് വിചാരിക്കും, അതും അപ്പം തന്നെ വിളിച്ചു പറയാം. അങ്ങനെ ഇണങ്ങിയ ദുഃഖങ്ങൾ മാത്രം നമുക്ക് പരിഹരിക്കപ്പെടാൻ പറ്റാത്തതും നമ്മൾ വിഷമിക്കുന്നതുമായ സങ്കടങ്ങളും വിഷമങ്ങളും നിരന്തരം ആ ഒരു വ്യക്തിയെ വിളിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മളെ മടുക്കും എന്ന് പറഞ്ഞാൽ അവരൊരു പക്ഷേ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് അത് കേൾക്കും തോറും പക്ഷെ അവർക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷനാണ് അവർക്ക് വരുന്നത്. അവർക്ക് നമ്മൾ എന്താ പറയുക, ഒരു ബേർഡൻ കൊടുക്കുന്നത് പോലെയാണ്, നമ്മൾ ഭാരം കൊടുക്കുകയാണ് അവർക്ക്. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്കൊരു പ്രശ്നത്തിനിട വരും. അതങ്ങനെ ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ട് രഹസ്യമാക്കി വെച്ച് പരസ്യമാക്കുമെന്ന് ഉദ്ദേശിച്ചിട്ടല്ല. എല്ലാവരും അങ്ങനെയല്ല. ഇപ്പം എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൽ എനിക്ക് ഉള്ളിൽ തോന്നുന്ന ഒരു നെഗറ്റീവ് കാര്യം പറഞ്ഞാൽ പോലും അത് പുറത്ത് പറയില്ല എന്നുള്ള ഫ്രണ്ടുണ്ട്. അതിപ്പോൾ തുടങ്ങിയില്ല, ചെറുപ്പം മുതലുള്ളതാ. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ജുബി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്. ആളുടെ അടുത്ത് എനിക്ക് അന്ന് ഒരു 8ാം ക്ലാസ് മുതൽ അറിയാമെന്നുണ്ടെങ്കിൽ കൂടുതലെടുത്തത് ഒരു +1 ഒരു 16 വയസ്സ് മുതലാണ്. അന്ന് മുതൽ ഇന്ന് വരെ നമുക്ക് എന്ത് തന്നെ തോന്നിക്കഴിഞ്ഞാലും മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ പോലും ആളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്ത് പറയുന്നില്ല എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പറയില്ല എന്നുള്ളത്. പക്ഷേ എങ്കിൽ നിരന്തരമായിട്ട് ആളെ വിളിച്ച് ഞാനൊരു ദുഃഖം പറയില്ല, എൻ്റെ ജോലിയുടെ പ്രഷർ പറയില്ല, എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടെന്ന് ഒരു ദുഃഖമുണ്ട് ദുരിതമുണ്ടെന്ന് ഞാൻ ആളുടെ അടുത്ത് ഷെയർ ചെയ്യാറില്ല. പകരം എന്നാൾക്ക് പൂർണ്ണമായിട്ട് അറിയാമെങ്കിൽ കൂടിയും ഞങ്ങൾ പല സന്തോഷമായിട്ടുള്ള കാര്യങ്ങളും പല കാര്യങ്ങൾ ഷെയർ ചെയ്യും. പക്ഷെ നിരന്തരം ഒരു ദുഃഖം വിളിച്ച് അവളെ പറഞ്ഞിട്ട് അവളൊരു സ്ട്രെസ്ഡ് ആക്കാറില്ല എന്നുള്ളതാണ് സത്യം. അടുത്തത് ഇപ്പോൾ എന്നെക്കുറിച്ച് എല്ലാവരും അറിയണ വേറൊരു ഫ്രണ്ടാണ്. വർഷങ്ങളായിട്ടുള്ള ഒരുപാട് മണിക്കൂർ കണക്കിന് സംസാരിക്കുന്ന വേറൊരു ഫ്രണ്ട് ഉണ്ടെന്ന് വിചാരിക്കും. ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തും ഞാനിങ്ങനെ നമുക്ക് ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്യാനും നമുക്കൊരു ഫ്രണ്ട് വേണം. ഈ ദുഃഖങ്ങൾ നമുക്ക് അത്രയും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്കത് ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളുടെ ഫ്രണ്ട് യഥാർത്ഥ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ അടുത്തുനിന്ന് എവിടേക്കും പോയില്ല. പക്ഷെ നമ്മൾ എപ്പോഴെങ്കിലും പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ അടുത്ത് നമ്മളെ ഇത് ഞാൻ നിന്നോടായതുകൊണ്ട് പറയണ് എന്ന് പറഞ്ഞെങ്ങാണ്ട് കാണുന്നവരുടെ അടുത്ത് നമ്മളിങ്ങനെ നമ്മളുടെ ദുഃഖങ്ങൾ പറയുക. അതല്ലെങ്കിൽ ഒരു പേഴ്സണെ മാത്രം ഉദ്ദേശിച്ചിങ്ങനെ നിരന്തരം അവരോട് ഒരിക്കലും നമ്മളുടെ സന്തോഷം ഷെയർ ചെയ്യില്ല. അത് നമ്മൾ ഒറ്റയ്ക്ക് ആസ്വദിക്കും, അതല്ലെങ്കിൽ മറ്റു ആളുകളോടുകൂടെ ആസ്വദിക്കും. പക്ഷേ ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ അപ്പം ആ ഒരാൾ ഓർമ്മ വന്നിങ്ങാണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇനി എന്താ ചെയ്യുക, എനിക്ക് എന്നും വിഷമം തന്നെ ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു ശരിയായിട്ടുള്ള പ്രവണത ആണോ? അല്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് യഥാർത്ഥ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമുക്ക് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അത് യഥാർത്ഥം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ടൈം എടുക്കും. നമുക്കൊരിക്കലും യഥാർത്ഥ ഫ്രണ്ടിൻ്റെ അടുത്ത് സത്യം എന്ന് പറയുന്ന വാക്കിടേണ്ടി വരില്ല. സത്യമായിട്ടും എന്ന് പറയേണ്ട കാര്യമില്ല.
അവരെ വിശ്വസിപ്പിക്കാനായിട്ട് നമ്മൾ ഒരുപാട് തവണ ഒരു കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല യഥാർത്ഥ ഫ്രണ്ടിൻ്റെ അടുത്ത്. അങ്ങനെയൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്തൊക്കെ നമുക്ക് ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചില ഫ്രണ്ട് നമ്മളൊന്ന് പിന്നെ നുണ പറയല്ലേ, പറയില്ലേ, അതല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ പറയണേ ഇതിപ്പോൾ തീരുമാനിച്ചതാ, അപ്പോൾ അവർ പറയണ ഇല്ലില്ല അതൊക്കെ നേരത്തെ മുൻകൂട്ടി ഇപ്പം നമുക്കറിയാവുന്നതല്ലേ, അങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതൊരിക്കലും യഥാർത്ഥ ഫ്രണ്ടല്ല. നമ്മളെ യഥാർത്ഥ ഫ്രണ്ട് നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ പോലും അവർക്കൊരു പരാതിയോ പരിഭവങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഫ്രണ്ടിൻ്റെ അടുത്ത് നമുക്ക് ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നിരന്തരമായിട്ട് നമുക്ക് ജീവിതത്തിലുടനീളം ഉണ്ടാവുന്ന ദുഃഖങ്ങൾ മാത്രം ഇങ്ങനെ ഷെയർ ചെയ്യണ്, ഈ ജോലിയിലുണ്ടാവണത്, കുടുംബത്തിലുണ്ടാവണത്, അങ്ങനെ ഓരോ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും നമ്മളിൽ നിന്നൊന്ന് അകന്ന് മാറി നിൽക്കുക. എല്ലാവർക്കും സന്തോഷമാണ് ഇഷ്ടപ്പെടുന്ന കാര്യം. പിന്നെ എപ്പോഴും നമ്മൾ ഒരു വ്യക്തിയോട് തന്നെ ഇങ്ങനെ നിരന്തരം നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യങ്ങൾ ഇതാക്കി കഴിഞ്ഞാൽ നമ്മളുടെ കഴിവ് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ സ്വയം നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കാം ഒരു പരിധി വരെ. ആ പരിധി വിട്ടിട്ടും നമുക്കത് പരിഹരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ കൂടിയും, അതുമല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കിയിട്ടും നമുക്കത് ഒരു എവിടെ എത്തുന്നില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു വ്യക്തിയുടെ ഉപദേശം തരുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെയോ നമുക്ക് ഇതുപോലെ ലൈഫ് കോച്ചുമാരുടെ ആരുടെയും അവരുടെ എത്തിക്സ് അനുസരിച്ച് അതെല്ലാം കോൺഫിഡൻഷ്യലായിരിക്കും. അങ്ങനെയൊന്നും ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് യഥാർത്ഥ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നമുക്കൊരു തെറ്റ് പറ്റിയാൽ പോലും ആ യഥാർത്ഥ ഫ്രണ്ട് നമ്മളെ ചേർത്ത് പിടിക്കും എന്നുള്ളതാണ്. അവർ പുറത്ത് പറയില്ല അവൾക്ക് അങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ അവനക്ക് അങ്ങനെ സംഭവിച്ചു, അവൾ അങ്ങനെയാണെന്ന് പറയില്ല. അവരത് ആ പ്രശ്നത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ പറയാണ് ആളുടെ ഒരു ഫ്രണ്ടിന് ഒരു പ്രശ്നം പെട്ട് അപ്പോൾ എന്നോട് സംസാരിച്ച ആ ഫ്രണ്ട് പറയാണ് അവൾ അന്ന് എന്നോടത് ചെറുതായിട്ടെങ്കിലും സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വഷളാവില്ലായിരുന്നു എന്ന് പറഞ്ഞു. കാരണം അതിൽ നിന്ന് എങ്ങനെയെങ്കിലും അവളെ ഞാൻ മോചിപ്പിച്ച് കൊണ്ടുവന്നേനെ എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ട അവിടെ ഒരു യഥാർത്ഥ ഫ്രണ്ടിൻ്റെ ആ ഒരു ഉണർന്നു എന്നുള്ളതാണ് സത്യത്തിൽ. അപ്പം നമുക്ക് ചില സമയത്ത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അവർ യഥാർത്ഥ ഫ്രണ്ട്സ് അതിന് ഇതാക്കും. ചിലർ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ചെന്ന് പറയുന്നവരുണ്ട്. അത് നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ കോമൺ സെൻസ് കുറച്ച് നമുക്ക് പെരുമാറുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ നല്ല രീതിയിൽ എടുക്കണമെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് നിരന്തരമായിട്ട് നമ്മൾ ദുഃഖവും ദുരിതവും ഒരു പേഴ്സണെ ഉദ്ദേശിച്ച് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമ്മളുടെ ഹസ്ബൻഡ് വീട്ടിലോ ജോലി സ്ഥലത്തോ ഉണ്ടാവുന്ന പ്രഷറുകൾ നമുക്ക് പാരൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മളുടെ സഹോദരങ്ങളുടെ അടുത്തോ സ്ഥിരമായിട്ട് ഈ ദുഃഖം തന്നെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കരുത്. അവർക്കത് താങ്ങാൻ പറ്റാത്ത പ്രഷറായിട്ട് മാറും. അവർ പക്ഷേ ഇനി എന്നോടത്ത് വിളിച്ച് പറയരുതെന്ന് പറയില്ല. പകരം നമുക്കെന്ത് ചെയ്യാം, നമ്മളുടെ കുറച്ച് വേറെ ആരെങ്കിലും അടുത്ത് അപ്പം നമുക്ക് സൊല്യൂഷൻ കിട്ടുന്ന ആരെങ്കിലും അടുത്ത് വേണമെങ്കിൽ പറയാം. ഒട്ടും പരിഹരിക്കപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ മാത്രം നമുക്ക് വേറൊരു വ്യക്തിയോട് പറയാം. അങ്ങനെ ഉള്ളിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും മുറുകെ പിടിച്ചോ. അതെന്നും നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്. യഥാർത്ഥ ഫ്രണ്ട്സുകൾ നമ്മളോട് ഒരു കുശുമ്പോ അസൂയയോ മറ്റുള്ളവരോട് പറയുകയോ ഒരിക്കലും ചെയ്യില്ല. അത് വിചാരിച്ച് നമ്മൾ ടെൻഷൻ്റെ ആ കുട്ടി ഇനി എന്നെങ്കിലും ആ കാര്യം പറയും. എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല. എൻ്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ യഥാർത്ഥ ഫ്രണ്ട്സ് തന്നെയാണ്. എന്നെ പൂർണ്ണമായിട്ട് അറിയുന്ന രീതിയിലുള്ള ഫ്രണ്ട്സൊക്കെയാണ് എനിക്കുള്ളത്. അപ്പോൾ പിന്നെ എല്ലാവരോടും എല്ലാം ഷെയർ ചെയ്യുന്നതെന്നല്ല ഉദ്ദേശിച്ചത്. ചില വ്യക്തികളോട് ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവരിൽ തന്നെ ഭദ്രമായിരിക്കും എന്നുള്ള 100% ഉറപ്പുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തരുമോ? അപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാം. നിരന്തരമായിട്ട് നമ്മളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളുടെ ഒരു പവർഫുൾ ലേഡി ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയാക്കാം, ലേഡി തന്നെ അല്ല, ഇത് വല്ല ആണുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പവർഫുൾ ആയിട്ടുള്ളൊരു വ്യക്തിയാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രശ്നങ്ങളെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ സ്വയം പരിഹരിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്കൊരു സ്ട്രെങ്തൻ ആവുള്ളൂ. എപ്പോഴും നമ്മുടെ വ്യക്തിയുടെ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ അനുസരിക്കേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വ്യക്തിത്വത്തിന് കുറച്ചൊരു മങ്ങലേൽക്കും. അതായത് നമ്മളുടെ കഴിവുകൾ, ഉള്ളിലേക്ക് എടുക്കുന്ന കഴിവുകൾ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അത്രയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വയം പരിഹരിക്കാൻ നോക്കുക. സ്വയം പരിഹരിക്കപ്പെടാൻ പറ്റാത്തത് മറ്റുള്ളവരായിട്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുന്നതോട് കുഴപ്പമില്ല. നിരന്തരമായിട്ട് നമ്മളുടെ പ്രശ്നങ്ങൾ ഒരാളെ
ആശ്രയിക്കാതിരിക്കുക. ആ വ്യക്തിക്കൊരു ബേർഡനും നമ്മളൊരു പിന്നീടൊരു ഭാരവുമാവാതിരിക്കാൻ ശ്രമിക്കുക. അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ഏതാണ് അതിൽ പോരായ്മ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അത്യാവശ്യം നമുക്ക് ജീവിതത്തിലൊരു പോസിറ്റീവായിട്ട് നീങ്ങാനുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയണുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.